അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യമാണ്. അപ്പോൾ അമേരിക്ക ഇസ്ലാമിക രാജ്യം ആയ ഇറാനെ അല്ല ആക്രമിക്കുന്നത്. ഇസ്ലാമിക രാജ്യം ആയതുകൊണ്ട് മാത്രം അല്ല ആക്രമിക്കുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങൾ പറയുകയുമില്ല. എന്തുകൊണ്ടാണ് ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കിയതിന് പിന്നാലെ പാകിസ്ഥാനും അണുബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും ഇസ്രയേൽ അത് ഒരു ഭീഷണിയായിട്ട്, ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കിയത് ഇസ്രയേൽ ഭീഷണിയായിട്ട് കരുതിയിട്ടില്ല. പിന്നെ ഇറാൻ എന്തുകൊണ്ട് ഇസ്രയേലിന് ഭീഷണിയാകുന്നു എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇസ്രയേൽ എന്നത് ഒരു കേരളത്തിലെ ഒരു 2 ജില്ലയുടെ വലിപ്പം മാത്രമുള്ള രാജ്യമാണ്. അപ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു അണുബോംബ് എന്ന രീതിയിൽ 2 ജില്ലയ്ക്ക് 2 അണുബോംബ് എന്ന രീതിയിൽ മതി. അപ്പോൾ ഇസ്രയേൽ നശിക്കാൻ 2 അണുബോംബ് മതി. ഇന്ത്യയിൽ 1000 ജില്ലകളുണ്ടെങ്കിൽ 1000 അണുബോംബ് വേണം ഇന്ത്യ മൊത്തം നശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാകിസ്ഥാൻ എത്ര അണുബോംബ് ഉണ്ടാക്കിയാലും ഇന്ത്യക്ക് അതൊരു ഭീഷണിയല്ല. എന്നാൽ ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാലോ, ഇറാൻ 2 അണുബോംബ് ഉണ്ടാക്കിയാൽ അത് ഇസ്രയേലിന് ഭീഷണിയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, അയൺ ഡോം പിന്നെ തകർത്താൽ തന്നെ ഇസ്രയേലിൻ്റെ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിക്കഴിഞ്ഞാലും അത് കൂടുതൽ വ്യാപിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ പ്രതിരോധിക്കാൻ പോലും നമുക്ക് ഇസ്രയേലിന് പറ്റില്ല. അപ്പോൾ അതിനാണ് അവർ പിന്നെ ഇറാനെ അണുബോംബ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആക്രമിക്കുന്നത്. ഇറാൻ അണുബോംബ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രയേലിന് വേണ്ടിയിട്ടാണെന്ന്, അതായത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അത് കാരണമാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ അണുബോംബ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതും അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണത്തെ ഇറാനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പുറമേയുള്ള മാധ്യമങ്ങളും അങ്ങനത്തെ ഒന്നും, ഇതിനുള്ളിലെ രഹസ്യങ്ങളൊന്നും ആരോടും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇതാണ് നിലവിലെ സംഭവം. അപ്പോൾ എല്ലാവരും ഓർമ്മയിരിക്കട്ടെ, ഇറാനും ഇന്ത്യ അനുകൂലമാണ്, ഇസ്രയേലിനും അനുകൂലമാണ്. പക്ഷേ ഇറാൻ്റെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഇറാനെ നശിപ്പിക്കുമെന്ന രീതിയിലുള്ള അണുബോംബ് നിർമ്മാണത്തെ മാത്രമാണ് എതിർക്കുന്നത്. ഭാവിയിൽ വരുന്ന ഇറാൻ ഭരണകൂടം നിലപാട് തിരുത്തുമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അങ്ങനെ നല്ല രീതിക്ക് തന്നെ പോകും. ഇപ്പോൾ നശിപ്പിക്കുമെന്നുള്ള രീതിയിൽ അണുബോംബ് നിർമ്മാണം നടത്തുമ്പോഴാണ് ഇസ്രയേലിന് പേടിയും അമേരിക്കയ്ക്ക് പേടിയുള്ളത്. വേറെ അതിനകത്ത് വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലും എല്ലാ രീതിയിലും പോവുക. അത്രയേ ഉള്ളൂ പറയാനുള്ളത്.